2 സെറ്റ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് മടക്കിയതാണ്. ഇത് ഞാൻ അച്ചുപയോഗിച്ച് മടക്കിയതാണ്. വറുത്തെടുത്ത് കഴിയുമ്പം നമുക്ക് യാതൊരുവിധ വ്യത്യാസവും മനസ്സിലാവത്തില്ല. മൈദ 200 ഗ്രാം, നെയ്യ് 1 ടേബിൾ സ്പൂണ്, മാവ് കുഴയ്ക്കാൻ പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂണ്, ഇഞ്ചി അരച്ചത് 1 ടീസ്പൂണ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് 3, ഗരം മസാല 1 ടീസ്പൂണ്, വേവിച്ച് കൊത്തി അരിഞ്ഞ ചിക്കൻ 150 ഗ്രാം, കടുക് 1 ടീസ്പൂണ്, ഇറച്ചിയിൽ ചേർക്കാൻ പാകത്തിനുള്ള ഉപ്പ്, വെള്ളവും പിന്നെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും. ഒരു പാത്രത്തിലേക്ക് മൈദ, നെയ്യ്, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, വെള്ളം എന്നിവ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് വരാം. ചപ്പാത്തി മാവ് മാതിരി നമ്മൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം നമുക്ക്. എന്നിട്ട് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാവുന്ന സമയത്ത് കടുക് പൊട്ടിക്കാനിടാം. പൊട്ടിക്കഴിയുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല എല്ലാം കൂടി ഇട്ട് 1-2 മിനിറ്റ് വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1-2 മിനിറ്റ് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഉരുളകൾ നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രസ്സർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുള വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഉരുളകളൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലെ ഇറച്ചി നിറയ്ക്കാം. ഞാനിവിടെ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. അച്ചുപയോഗിച്ചിട്ടും മടക്കിയെടുക്കുന്നുണ്ട്, എല്ലാതെയും മടക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് അച്ചുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏത് രീതിയിലായാലും നമുക്ക് ഇറച്ചി ഉള്ളിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. അച്ച് ഉപയോഗിച്ച് മടക്കിയതാണ് ഇത്. കൈ ഉപയോഗിച്ച് മടക്കിയതാണ് ഈ സെറ്റ്. ആകെ വ്യത്യാസം ഡിസൈൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഇനി ഇത് രണ്ടും നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. ചീനച്ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ നിറച്ച് മടക്കി വെച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുത്തിട്ട് വരാം. രണ്ട് സെറ്റ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കൈകൊണ്ട് മടക്കിയതാണ്. ഇത് ഞാൻ അച്ചുപയോഗിച്ച് മടക്കിയതാണ്. വറുത്തെടുത്ത് കഴിയുമ്പം നമുക്ക് യാതൊരുവിധ വ്യത്യാസവും മനസ്സിലാവത്തില്ല. എല്ലാവരും ഈ കീമ കച്ചോറി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.